ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ആവശ്യമായ ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നീ വിഷയങ്ങളിൽ നിന്നും നമുക്ക് 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എക്സാമിനുണ്ടാവുന്നത്. ആ 10 മാർക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യോത്തരങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഊർജം. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള ഏത് ഊർജ്ജരൂപമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്? ആൻസർ യാന്ത്രികോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമേത്? ആൻസർ രാസോർജം. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സൗരോർജത്തെ ഏത് ഊർജമാക്കി മാറ്റി സംഭരിക്കുന്നു? ആൻസർ രാസോർജം. അടുത്ത ക്വസ്റ്റ്യൻ, ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിലെത്തുന്ന ഊർജമേത്? ആൻസർ രാസോർജം. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഏത് ഊർജമാണ് വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത്? ആൻസർ രാസോർജം. അടുത്ത ചോദ്യം, എല്ലാ വസ്തുക്കളിലുമുള്ള ഊർജത്തിന് ഉദാഹരണം ഏത്? ആൻസർ രാസോർജം. ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജം എന്തൊക്കെയായി മാറ്റപ്പെടുന്നു? ആൻസർ പ്രകാശവും താപവും. ഐസ് താപോർജം സ്വീകരിക്കുമ്പോൾ എന്തായി മാറുന്നു? ആൻസർ ദ്രാവകാവസ്ഥയിലെ ജലം. ദ്രാവകാവസ്ഥയിലെ ജലം താപോർജം സ്വീകരിക്കുമ്പോൾ എന്തായി മാറുന്നു? ആൻസർ വാതകാവസ്ഥയിലെ നീരാവി. നീരാവിക്ക് താപോർജം നഷ്ടപ്പെടുമ്പോൾ എന്തായി മാറുന്നു? ആൻസർ ജലമായി. ജലത്തിന് താപോർജം നഷ്ടപ്പെടുമ്പോൾ ഏത് രൂപത്തിലാകുന്നു? ആൻസർ ഐസ്. അടുത്ത ചോദ്യം, വസ്തുക്കൾ മതിയായ അളവിൽ ഏത് ഊർജ്ജരൂപം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴുമാണ് അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നത്? ആൻസർ താപോർജം. ജലത്തിന് ഏറ്റവും കൂടുതൽ ഊർജമുള്ള അവസ്ഥ ഏത്? ആൻസർ നീരാവി. ജലത്തിന് ഏറ്റവും കുറഞ്ഞ ഊർജമുള്ളത് ഏതവസ്ഥയിലാണ്? ആൻസർ ഐസ്. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? ആൻസർ രാസമാറ്റം. രാസമാറ്റം ഏതിനം മാറ്റത്തിന് ഉദാഹരണമാണ്? ആൻസർ സ്ഥിരമാറ്റം. മഗ്നീഷ്യം റിബൺ കത്തിക്കുക, പേപ്പർ കത്തിക്കുക എന്നിവ ഏതിനം മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്? ആൻസർ രാസമാറ്റം. അടുത്ത ചോദ്യം, അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളേവ? ആൻസർ ഭൗതിക മാറ്റം. വികസിക്കുകയും ഉരുകുകയും പൊട്ടുന്നതും കീറുന്നതും ഏതിനം മാറ്റമാണ്? ആൻസർ ഭൗതിക മാറ്റം. രാസോർജത്തെ വൈദ്യോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമേത്? ആൻസർ വൈദ്യുത സെൽ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത സെല്ലുകളിൽ വൈദ്യുതോർജത്തെ ഏത് രൂപത്തിൽ സംഭരിച്ചിരിക്കുന്നു? ആൻസർ രാസോർജം. റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകളേവ? ആൻസർ ഡ്രൈ സെൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിലെ സെല്ലേത്? ആൻസർ മെർക്കുറി സെൽ. അടുത്ത ചോദ്യം, ഊർജ്ജമാറ്റത്തെക്കുറിച്ചാണ്. PSCയിൽ നടന്നു വരുന്ന ചില പരീക്ഷകളിൽ ഊർജ്ജമാറ്റത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അവയും നാം പഠിച്ചിരിക്കണം. അതിൽ ആദ്യത്തെ ചോദ്യം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ആൻസർ സ്ഥിതികോർജം, ഗതികോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം. തെർമൽ പവർ സ്റ്റേഷനുകളിലെ ഊർജ്ജമാറ്റം ഏത്? ആൻസർ രാസോർജം, താപോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ആൻസർ ന്യൂക്ലിയർ ഊർജം,
താപോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. അടുത്ത ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിലെ സെല്ലേത്? ആൻസർ ലിഥിയം അയൺ സെൽ. CFL എന്നതിൻ്റെ മുഴുവൻ പേരെന്ത്? ആൻസർ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. അടുത്ത ചോദ്യം, LED എന്നതിൻ്റെ മുഴുവൻ പേരെന്ത്? ആൻസർ ലൈറ്റ് എമിറ്റിംഗ് ഡയോസ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണം ഏത്? ആൻസർ വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുതോപകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സർക്യൂട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ വിളിക്കുന്നു? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ വിളിക്കുന്നു? ആൻസർ അടഞ്ഞ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് ഏതിനം സർക്യൂട്ടാണ്? ആൻസർ തുറന്ന സർക്യൂട്ട്. ഏതിനം സർക്യൂട്ടിൽ മാത്രമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്? ആൻസർ അടഞ്ഞ സർക്യൂട്ടിൽ. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമേത്? ആൻസർ സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ടിന് എന്ത് സംഭവിക്കുന്നു? ആൻസർ അടഞ്ഞതാകുന്നു. സ്വിച്ച് ഓഫാക്കുമ്പോൾ സർക്യൂട്ടിന് എന്ത് സംഭവിക്കുന്നു? ആൻസർ തുറന്നതാകുന്നു. വൈദ്യുതോർജ്ജത്തെ കടത്തിവിടുന്ന വസ്തുക്കളേവ? ആൻസർ ചാലകങ്ങൾ. വൈദ്യുതജാലങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ആൻസർ ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം. അടുത്ത ചോദ്യം, വൈദ്യുതോർജ്ജത്തെ കടത്തിവിടാത്ത വസ്തുക്കളേവ? ആൻസർ ഇൻസുലേറ്ററുകൾ. ഇൻസുലേറ്ററുകൾക്ക് ഉദാഹരണങ്ങളേവ? ആൻസർ ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി. അന്തരീക്ഷത്തിലെ മേഘങ്ങളിലെ ചാർജ് എടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്തിന് കാരണമാകുന്നു? ആൻസർ മിന്നൽ. ഇടിമിന്നൽ എന്താണ്? ആൻസർ അതിശക്തമായ വൈദ്യുത പ്രവാഹം. അടുത്ത ചോദ്യം, പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുമുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണം ഏത്? ആൻസർ ജനറേറ്റർ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എപ്രകാരമാണ്? ആൻസർ രാസോർജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായും മാറുന്നു. അടുത്ത ചോദ്യം, സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റാനുള്ള സംവിധാനം ഏത്? ആൻസർ സോളാർ സെല്ലുകൾ. അടുത്ത ചോദ്യം, ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേരുന്ന സംവിധാനം ഏത്? ആൻസർ സോളാർ പാനൽ. ഭാവിയിൽ വരാവുന്ന ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്ത്? ആൻസർ സൗരോർജം. അടുത്ത ചോദ്യം, ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിപ്പിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ആൻസർ രാസോർജം ആദ്യം വൈദ്യുതോർജ്ജമായും പിന്നീട് പ്രകാശോർജ്ജമായും മാറുന്നു. അടുത്ത ചോദ്യം, കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ സോളാർ പാനൽ. അടുത്ത ചോദ്യം, വിവിധ കായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജമേത്? ആൻസർ പേശി ഊർജം. അടുത്ത ചോദ്യം, കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്ന വസ്തുക്കളേവ? ആൻസർ ഇന്ധനങ്ങൾ. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത്? ആൻസർ കൽക്കരി. കൂട്ടുകാരെ, ഇന്നത്തേത് സയൻസ് വിഷയമായതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ പഠിക്കാൻ മടുപ്പുണ്ടാവും. എങ്കിൽ കൂടിയും നമ്മുടെ ലക്ഷ്യം എന്നത് ഒരു ഗവൺമെൻറ് സർവീസിൽ എത്തിച്ചേരുക എന്നതാണ്. ആ ലക്ഷ്യം മുന്നിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ മടിയെ മാറ്റി നിർത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പാഠങ്ങളും നിങ്ങൾ നന്നായി പഠിക്കുക. താങ്ക് യു.